ഇപ്പൊ ഒരാൾക്ക് ഷോക്ക് അടിച്ച് എന്ത് ചെയ്യും? ഇപ്പൊ ഷോക്ക് ഏറ്റുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ചെയ്യേണ്ടത് നമ്മൾ ഒരിക്കലും പോയി ആ ഒരാളെ പിടിക്കാൻ പാടില്ല. പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചുറ്റുപാട് നിരീക്ഷിക്കുക. എന്തെങ്കിലും കറണ്ട് പ്രവഹിക്കാത്ത വസ്തുക്കൾ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിന്റെ കസേരയാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂൾ ബാഗ് ആകാം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വസ്തു എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങനെ അടിക്കാൻ പാടില്ല. ഇങ്ങനെ അടിച്ചാൽ എന്ത് പറ്റും? ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം വീണ്ടും ആ ഷോക്ക് വരുന്ന അങ്ങോട്ട് തന്നെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ അടിക്കുക എന്ന് വെച്ചാൽ അടിയിൽ നിന്ന് തെറിപ്പിക്കുക, അടിച്ച് തെറിപ്പിക്കുക എന്ന് പറയും. അപ്പൊ അങ്ങോട്ടേ വീഴുള്ളൂ, അതുമായിട്ട് ബന്ധം വരില്ല. ഇത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടത്? ഇനി വീണ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഇത് പഠിക്കേണ്ടത് തന്നെ. അതെ, ഷോക്കേറ്റ് ഇപ്പൊ നമ്മൾ തട്ടിയിട്ട പോലെ തട്ടി ഇട്ടു, അല്ലെ ഷോക്കേറ്റ് കഴിഞ്ഞ് കിടക്കുവാണ്. നമ്മൾ അടുത്ത് വരുമ്പോൾ വേറെ ലൈൻ കമ്പി ഒന്നും സാധനങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ അടുത്ത് വരിക. ഒന്നും ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് വരിക, ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം അടുത്ത് വരാനായിട്ട്. വന്നതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്യേണ്ടത് പൾസ് ചെക്ക് ചെയ്യണം. ഇവിടെ ഇങ്ങനെ പിടിച്ചു. പൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കയ്യിലൊക്കെ പൾസ് നോക്കിയാൽ കിട്ടത്തില്ല. ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടും. ഇവിടെ കിട്ടും. ഇതിന്റെ കരോട്ടിഡ് പൾസ് എന്നാണ്. ഈ പൾസ് നമ്മൾ എല്ലാവരും ഒന്ന് വെച്ച് നോക്കി അറിയാൻ പറ്റും. നല്ല ടിക് 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 എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ ഏത് പൾസ് കിട്ടിയാലും ഈ ഒരു കരോട്ടിഡ് പൾസ് നമുക്ക് കിട്ടും. അപ്പൊ അവിടെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക, രണ്ടുപേരിൽ വെച്ചിട്ട്. അത് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വേറെ ഒന്നും ചെയ്യണ്ട, അതിന് വേണ്ടി ചെയ്യണം. കാരണം ഇദ്ദേഹത്തിന്റെ ചിലപ്പോൾ നാക്ക് ഈ ഷോക്ക് അടിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിച്ചിരിക്കും, അല്ലെങ്കിൽ നാക്ക് അകത്തോട്ട് ഇറങ്ങിയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇദ്ദേഹത്തിന്റെ വാ തുറന്നതിന് ശേഷം നാക്കൊന്ന് പുറത്തേക്ക് വെക്കുക, അല്ലെങ്കിൽ ക്ലിയർ ചെയ്യുക, ആ എയർവേ ക്ലിയർ ചെയ്യുക. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കഴുത്ത് ഇങ്ങനെ ഒന്ന് നേരെ വെച്ച് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ ഒന്ന് നേരെയായി എയർവേ ക്ലിയർ ആവും. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇദ്ദേഹത്തിന് വേറൊരു കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇനി ചെയ്യേണ്ട അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യമാണ് റിക്കവറി പൊസിഷൻ എന്ന് പറയും. അതെങ്ങനെ പഠിച്ചത്? അത് ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു പൊസിഷനാണ്. നമ്മൾ യൂട്യൂബ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്നവർ നോക്കിയാൽ കാണാൻ പറ്റും. റിക്കവറി പൊസിഷൻ എന്താന്ന് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഇടത്തെ കൈ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് വെച്ചു. അതിനുശേഷം വലത്തെ കൈ എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഈ കാല് ഇങ്ങനെ മടക്കി വെച്ചു. ഇങ്ങനെ മടക്കി എന്നിട്ട് ഇങ്ങോട്ട് ചരിച്ച് കിടത്തി. ഇതെല്ലാം പതുക്കെ ചെയ്താൽ മതി, പയ്യെ ചെയ്താൽ മതി. എന്നിട്ട് ഇത് ഇങ്ങോട്ട് വെച്ചു. കാരണം ഇദ്ദേഹത്തിന് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ കിടത്തുക. ഈ സംഭവം ചെയ്യേണ്ടത്, നമ്മളിപ്പോ ഒരാൾ വെള്ളത്തിൽ വീഴിയല്ലേ, വെള്ളത്തിൽ വീണ് എടുത്ത ഒരാൾക്ക് ശ്വാസമൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയാണ് കിടത്തേണ്ടത്. ഇങ്ങനെ കിടക്കണം. റിക്കവറി പൊസിഷൻ എന്ന് പറയും. ഈ പൊസിഷൻ കിടത്തുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ കൃത്യമായിട്ട് ശ്വാസം കിട്ടും. ഇനിയിപ്പോ ഈ മോന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഷോക്ക് അടിച്ചിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ വണ്ടി വരാൻ സമയപ്പോ മോൻ പറയുവാണ് എനിക്ക് ചെറുതായിട്ട് തല ഇറങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അന്നേരം ഇരിക്കേണ്ട ഒരു പൊസിഷൻ ഉണ്ട്. ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഇരിക്കാം. ഇതും ഒരു പൊസിഷനാണ്. അപ്പൊ നമുക്ക് ആ ഉണ്ടാവുന്ന തലവേറൊക്കെ മാറി കിട്ടും. ഇങ്ങനത്തെ ഒരു പൊസിഷൻ ഉണ്ട്. ഇനി ഈ മോൻ പറയുവാണ് ഷോക്ക് അടിച്ചു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഹോസ്പിറ്റലിൽ നിന്ന് പോകണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴാണ് ചിലപ്പോൾ അറ്റാക്ക് ഒക്കെ ഉണ്ടാകുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. പിന്നെ നമ്മളിപ്പോ കാറെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മോനെ ഹോസ്പിറ്റലിൽ എത്തിക്കുവാണ്. അപ്പൊ കാറെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യേണ്ട, വണ്ടിയിലിരുന്നുകൊണ്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ഷോക്ക് ഏറ്റു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ബ്ലഡ് ഒക്കെ ക്ലോട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഈ കൈയുടെ ഇവിടെ ഇങ്ങനെ തൂത്ത് കൊടുക്കുക. അപ്പൊ ചൂട് കിട്ടും. അപ്പൊ ഈ കൈയുടെ ഇവിടെ തൂത്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ കാലിന്റെ ഇവിടെ തൂത്ത് കൊടുക്കുക. ഇങ്ങനെ തൂത്ത് ചൂടായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനി മറ്റൊരു കാര്യം, ഷോക്ക് ഏറ്റ് കിടക്കുവാണ്, പൾസ് ഇല്ല. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് CPR കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ കൈ വെച്ചിട്ട് നെഞ്ചത്ത് CPR അത് ചെയ്യുക. അത് ചെയ്തിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. അപ്പൊ ഇത് ശരിക്കും ഇപ്പൊ ഒരു നമുക്ക് വണ്ടി വരുന്നതിന് എന്തുവായാലും ഒരു ടൈം കിട്ടും. ആ ഒരു ഗ്യാപ്പിനകത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അല്ല നമ്മളൊരു ആളെ ഷോക്ക് ഏറ്റ് കഴിഞ്ഞാൽ അയാളെ വെറുതെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഉറപ്പായിട്ടും ആളുടെ കാര്യം ഇതാവും. ഒന്നാമത്തെ കാര്യം പ്രചന ഇപ്പൊ ഈ മഴയും ഒക്കെ ആവുന്നുണ്ട്, ഈ സ്വിച്ച് ബോർഡുകളും ഒക്കെ കറണ്ട് കൂടുതലായിട്ട് വരുന്ന ഒരു സമയമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചാർജർ കുത്തിയിട്ടിട്ടേ ചാർജറിന്റെ വള്ളി എല്ലായിടത്തും തൂങ്ങി കിടക്കും. അപ്പൊ അത് ഈ പിള്ളേർ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കണം. നമ്മൾ മൊബൈൽ ഊരിട്ട് അങ്ങ് പോകും, ഇതെടുത്ത് വായിൽ വെക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. നനഞ്ഞ കൈ കൊണ്ട് പിടിക്കാതിരിക്കുക. പിന്നെ അയൺ ബോക്സ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ചെരുപ്പിട്ട് ചെയ്യുക. വീടിനകത്താണെങ്കിലും നമ്മൾ ചെരുപ്പില്ലാതെ അയൺ ബോക്സ് ഒന്നും ചെയ്യരുത്, ചെരുപ്പിട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത്യാവശ്യം നമ്മുടെ വീടിന്റെ അകത്തുള്ള സ്വിച്ച് ബോർഡ്, കാരണം വെള്ളം നനഞ്ഞ് കൂടുതലായിട്ട് എല്ലായിടത്തും കറണ്ട് ആവാൻ ചാൻസ് ഉണ്ട്. അതെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ സ്കൂളിലും പഠിപ്പിച്ചു കൊടുക്കുക.